നമ്മുടെ ബിഗ് ബോസിൽ നിലവിൽ ഏറ്റവും നല്ല ഫൈറ്റ് നടക്കാൻ സാധ്യതയുള്ള നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിക്കൊണ്ട് പരസ്പരം ഗെയിം കളിക്കാൻ സാധ്യതയുള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ഇപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആണ് നമ്മുടെ സിജോ ചേട്ടനും അതേപോലെ തന്നെ ജിൻഡോ ചേട്ടനും. ഇന്നലത്തെ ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്ന എപ്പിസോഡിൽ നമ്മുടെ ജിൻഡോ ചേട്ടനോട് ലാലേട്ടൻ സിജോ ചേട്ടനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ജിൻഡോ ചേട്ടൻ പറഞ്ഞത് സിജോ ചേട്ടൻ അല്ലെങ്കിൽ സിജോ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ഒരു കാട്ടുതീയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നാണ് ആര് പറഞ്ഞത്? ജിൻഡോ ചേട്ടൻ പറഞ്ഞത്. അതായത് നമ്മുടെ സിജോ ചേട്ടൻ റീ എൻട്രി നടത്തിയിരിക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു കാട്ടുതീ പോലെ ബിഗ് ബോസ് ഹൗസിലെ ഞാൻ ആളിക്കത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ജിൻഡോ ചേട്ടൻ അഭിപ്രായപ്പെട്ടത് എനിക്ക് സിജോ ഒരു കാട്ടുതീയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് ജിൻഡോ ചേട്ടൻ പറഞ്ഞത്. അതേപോലെ തന്നെ സിജോ ചേട്ടൻ പറയുന്ന വേറൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ജിൻഡോ ചേട്ടൻ്റെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് എല്ലാവരും തനിക്കെതിരാണെന്ന് പുറത്ത് വരുത്തി തീർക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്ന്. അതായത് എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തുകയാണ്, എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുകയാണ്, തന്നെ മാത്രം എല്ലാവരും ടാർഗറ്റ് ചെയ്യുകയാണ് എന്നുള്ളൊരു ചിന്ത പുറത്ത് പ്രേക്ഷകർക്കിടയിൽ കൊണ്ടുവരാനാണ് നമ്മുടെ ജിൻഡോ ചേട്ടൻ ശ്രമിക്കുന്നത് എന്നാണ് സിജോ ചേട്ടൻ അഭിപ്രായപ്പെട്ടത്. അപ്പം ഇതിലേതാണ് സത്യം, ഏതാണ് ന്യായം, ഏതാണ് നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, വെറുതെ അറിയാനാണ്. അപ്പം ഇവർ രണ്ടുപേരും തമ്മിൽ നല്ലൊരു ഫൈറ്റിന് തന്നെ സാധ്യതയുണ്ട്. അത് ചിലപ്പോഴും നേർക്കുനേറായിക്കൊള്ളണമെന്നില്ല, പകരം അതൊരു മൈൻഡ് ഗെയിം ആകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഇവർ രണ്ടുപേരും പരസ്പരമുള്ള ഏറ്റുമുട്ടൽ കാണാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളുമൊക്കെ കാത്തിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് തന്നെയായാലും സിജോ ചേട്ടൻ കാട്ടുതീയായിട്ട് തന്നെ മാറാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ആ കാട്ടുതീ അണഞ്ഞുപോയോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നന്ദി.